ದುಷ್ಟ ಸೈನ್ಯ ನನ್ನನ್ನೆದಿರಿಸುವಾಗ ಭಯಪಡೇನು ನಾನೆಂದಿಗೂ. ಯುದ್ಧ ವೀರ ಶೂರ ಯೆಹೋವಾ ನಿಸಿ, ನೀನೇ ನನ್ನ యేసయ్య. ದುಷ್ಟ ಸೈನ್ಯ ನನ್ನನ್ನೆದಿರಿಸುವಾಗ ಭಯಪಡೇನು ನಾನೆಂದಿಗೂ. ಯುದ್ಧ ವೀರ ಶೂರ ಯೆಹೋವಾ ನಿಸಿ, ನೀನೇ ನನ್ನ యేసయ్య. ನನ್ನ ಜಯ ಧ್ವಜವು ನೀನೇನಯ್ಯ, ನನ್ನ ಜೊತೆಕಾರನು ನೀನೇನಯ್ಯ. ನನ್ನ ಜಯ ಧ್ವಜವು ನೀನೇನಯ್ಯ, ನನ್ನ ಜೊತೆಕಾರನು ನೀನೇನಯ್ಯ. ನೀನೇ ಸಾಕು ನನ್ನ యేసయ్య. ಈ ಜೀವಿತ ಯಾತ್ರೆಯಲ್ಲಿ ನೀನೇ ಸಾಕು ನನ್ನ యేసయ్య. ಈ ಜೀವಿತ ಯಾತ್ರೆಯಲ್ಲಿ ಜಯವೇ ಜಯವೇ ನನಗೆ ನನಗೆ ಜಯವೇ 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 ನೀರಲು ನನಗೆ ಜಯವೇ. ನೀನೇ ಸಾಕು ನನ್ನ యేసయ్య. ಈ ಜೀವಿತ ಯಾತ್ರೆಯಲ್ಲಿ ನೀನೇ ಸಾಕು ನನ್ನ యేసయ్య. ಈ ಜೀವಿತ ಯಾತ್ರೆಯಲ್ಲಿ. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടാൻ സ്പേസ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്ഥലമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് കൃപയുണ്ട്, ദൈവം പല ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ സ്പേസ് ഇല്ല അല്ലേ? നമ്മുടെ തലക്കെട്ട് തന്നെ അതെ, കൃപയുണ്ട് പക്ഷേ എന്തില്ല, സ്പേസ് ഇല്ല. ഒരുപാട് കഷ്ടപ്പെട്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു ദൈവത്തിനോ ദൈവസഭയ്ക്കോ അതുപോലെ തന്നെ ഒരിടപാടിനും പോകാതെ, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഒരു സിനിമാ പാട്ട് പോലും വായി വരാത്ത ജീവിതത്തിൽ ഇന്ന് വരെ അതുപോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് പേര്. സ്തോത്രം. ഞാൻ അത്ര ആഴത്തിൽ അങ്ങോട്ട് ഇറങ്ങി പറഞ്ഞത് ഇത് ദൈവമക്കൾക്ക് മാത്രമുള്ള സന്ദേശമായതുകൊണ്ട് നാട്ടുകാർക്കുള്ളതല്ല. സ്തോത്രം. അപ്പൊ അത്രയ്ക്കും ക്ലാരിറ്റിയോടെ ദൈവസന്നിധി നിൽക്കുന്ന പല ആളുകൾക്കും അവർക്ക് കൃപയുണ്ട്, ഗിഫ്റ്റുണ്ട്, ദൈവഭയമുണ്ട്. മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാൻ അവർക്ക് താല്പര്യമില്ല. ഈ ലോകത്തിന്റെ ഒരു ഇമ്പങ്ങളിലും പേരും പ്രശസ്തിയും കിട്ടുന്ന ലോകക്കാരുടെ ഒരു പരിപാടിക്കും പോകാതെ ദൈവവചനത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിനു വേണ്ടി മാത്രം നിൽക്കുന്ന ഒരുപാട് ശുശ്രൂഷകന്മാർ. ചൂടെ ഞാൻ കടത്തി പറയട്ടെ, ഒന്നും വിചാരിക്കല്ലേ. ഈ എല്ലായിടത്തും ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ 10, 50, 60 പേരൊക്കെ കാണുള്ളൂ കേട്ടോ. അതിനൊക്കെ അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർക്ക് ഇതിന് നേരവും ഇല്ല, അവർക്കൊന്നും കേൾക്കുകയും വേണ്ട. അത്രേ ഉള്ളൂ. അപ്പം ഒരു 10, 60, 70 പേരൊക്കെ ഉള്ളൂ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വഴക്കുണ്ടാക്കുകയും കൈയെടുക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവവചനം അതുപോലെ അനുസരിക്കുന്നവരും ദൈവിക കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരുമാണ്. പക്ഷേ there is no space. അവർക്ക് അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലാണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ല, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സ്പേസ് ഇല്ല. ഹല്ലേലൂയ. ഈ യോസേഫിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. സഹോദരന്മാരുടെ ഇടയിൽ സ്പേസ് ഇല്ലാത്തൊരു മനുഷ്യനാണ് യോസേഫ്. സഹോദരന്മാരുടെ ഇടയിൽ സ്പേസ് ഇല്ല. സ്തോത്രം. എപ്പോഴും ഈ സ്വപ്നം കാണുന്നു എന്നുള്ളൊരു പ്രയാസം അല്ലാതെ യോസേഫിനെ പറ്റി വേറെ പ്രയാസമൊന്നുമില്ല. സ്വപ്നം കാണും. ഈ സ്വപ്നം എന്തിനാ ദൈവം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ആരാണ് യോസേഫേ എന്ന് യോസേഫിന് ബോധം വരേണ്ടതിന് വേണ്ടി ദൈവം കൊടുത്ത സ്വപ്നമാണ്. പിന്നെ ആ സ്വപ്നം പലരോടും പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസമായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പ്രശ്നമുള്ളൂ, അല്ലാതെ ജോസഫിന് വേറെ പ്രശ്നമൊന്നുമില്ല.
നിങ്ങൾക്കറിയാവോ? കൃപയുള്ളത് കൊണ്ട് കണറ്റീന്ന് എഴുന്നേൽപ്പിച്ചു. കൃപ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പോത്തീഫറിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. കൃപ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ജയിലിൽ നിന്ന് ദൈവം പൊക്കിക്കൊണ്ടുവന്നു. കൃപ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആമേൻ രാജ്യത്തിന്റെ മന്ത്രിയായി. മുമ്പിൽ നിൽക്കുന്ന ഈ 10 സഹോദരന്മാരെയും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അറിയാം. സ്തോത്രം. പക്ഷെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ വിറ്റില്ലായിരുന്നു. എനിക്കവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ പിടിച്ച് വിറ്റു. എനിക്ക് സ്പേസ് ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിടിച്ച് വിറ്റില്ലേ. ആ വിറ്റാൾ തന്നെ ഞാൻ. പേടിക്കണ്ട, കരയണ്ട, വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ആ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുകയാണ്, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു. ഉണ്ടോ? സ്തോത്രം. ഈ ഒട്ടും സ്പേസ് ഇല്ലാതെ ജീവിക്കുന്ന ഈ സഹോദരന്മാർക്കും യാക്കോബിനും ഒക്കെ ഗോശാനിൽ ആമേൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. ഇവൻ കാരണം, ഈ കൃപയുള്ള ഒറ്റൊരുത്തൻ കാരണം. സ്തോത്രം. ആമേൻ. ഞാനത് ആ വാക്യം ഞാൻ ഹീബ്രുവിലൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അസാബ് ഖാറ എൻ മാഖാർ ലോഹിം ഷലാക്ക് പൈനിം മിഖാക്ക് എന്നാ കൊടുത്തിരിക്കുന്നത്. ആമേൻ. നിങ്ങൾ എന്നെ വിറ്റത് കൊണ്ടേ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. സ്തോത്രം. ദൈവം ജീവരക്ഷയ്ക്കായി നമ്മുടെ ജീവൻ പിടിച്ചു നിർത്തേണ്ടതിന് എന്ന് പറഞ്ഞാൽ ക്ഷാമത്തിൻ്റെ സമയമാണ്, അതുകൊണ്ട് ജീവൻ നിങ്ങളിൽ പിടിച്ചു നിർത്തേണ്ടതിന് വേണ്ടി ദൈവം എന്നെ മുൻപേ അയച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് കൃപയുണ്ട്, എനിക്ക് സ്പേസ് ഇല്ലാന്ന് ചോദിച്ചാൽ ഇരിക്കണ്ട. സ്തോത്രം. ഞാൻ ആരോട് ഇന്നും ഒരു സ്പേസ് ചോദിച്ചിട്ടില്ല. ഞാൻ പരമാർത്ഥം ഞാൻ പറയാം, ഇന്ന് വരെ ഞാൻ ഒരാളോട് നിങ്ങളുടെ കൺവെൻഷൻ എന്നെ വിളിക്കുമോ, എനിക്കൊരു ചാൻസ് തരുമോ എന്നൊന്നും ഞാൻ ചോദിച്ചു പോയിട്ടില്ല ദൈവമക്കളെ. സ്തോത്രം. എനിക്ക് ചാൻസ് എന്ന് പറയുന്ന റോഡിലോട്ട് ഇറങ്ങിയ ഇഷ്ടം പോലെ ചാൻസാണ്. ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് പാടാമല്ലോ, റോഡിൻ്റെ സൈഡിൽ നിന്ന് പ്രസംഗിക്കാമല്ലോ, എന്തിനാ? അങ്ങനെയൊക്കെ തന്നെയാണ് ദാനിയേൽ നീലഗിരി ഇവിടം വരെ എത്തിയത്. അല്ലാതെ ആരും സ്തോത്രം അങ്ങനെ ആ വാക്ക് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുക. സ്തോത്രം. സ്പേസ് എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. കൃപയുണ്ടോ? ദൈവം സ്പേസ് വെച്ചിട്ടുണ്ട്. എവിടെയാ? റോട്ടിൽ, കവലയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യയുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പാലായിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രസംഗിച്ച ജംഗ്ഷൻ മുഴുവൻ ഞാൻ കണ്ടു. സ്തോത്രം. കേരളത്തിലെ ഞാൻ പ്രസംഗിക്കാത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിക്കും കൊല്ലത്തിനിടയ്ക്ക് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ പ്രസംഗിക്കാത്ത സ്ഥലമുള്ളൂ. ബാക്കി മുഴുവൻ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ അങ്ങ് കാസർഗോഡ് ബദിയെടുക്ക മുതൽ ആ ജോസേട്ടൻ്റെ ടിപ്പർ ലോറിയിൽ നിന്ന് അത് പിന്നെ ഒരു 3 കിലോമീറ്റർ അപ്പുറം കൊണ്ട് ചവിട്ടും. കാരണം അവിടെ കേൾക്കുകയല്ലോ, അതുകൊണ്ട് അവിടെ കൊണ്ട് ചവിട്ടും, അവിടെ പ്രസംഗിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അടുത്ത 3 കിലോമീറ്റർ അപ്പുറം കൊണ്ട് ചവിട്ടും, അവിടെ നിർത്തും. അപ്പം പറയും, എന്തിനാ ഇവിടെ നിർത്തി? ഇവിടെ ടൗൺ അല്ലല്ലോ, ഇത് കുറച്ച് വീടല്ലേ ഇവിടെ ഉള്ളൂ. അല്ല, ഇവിടെ പ്രസംഗം കേട്ടില്ല, അതുകൊണ്ട് ഇവിടെ പ്രസംഗിക്കണം. അങ്ങനെ അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെ പൂവാർ മേഖലകളിലൊക്കെ ആമേൻ ശക്തമായി പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാത്ത കേരളത്തിൽ സ്ഥലമില്ലെന്നേ. സ്തോത്രം. ഞാൻ മാത്രമല്ല, എന്നെപ്പോലും ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാർ. സ്പേസ് ഇഷ്ടം പോലെ. സ്തോത്രം. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ, ഒരുപാട് സ്ഥലങ്ങളിൽ പാടാൻ. സ്തോത്രം. ഒരുപാട് രസകരമായ അനുഭവങ്ങൾ അതിനകത്തുണ്ട് താനും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃപയുള്ള നീ അടങ്ങിയിരിക്കരുത്, നിനക്ക് വേണ്ടി ദൈവം ഒരു സ്പേസ് മാറ്റിയിട്ടിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. അത് നിന്ദിക്കുന്നവരുടെ നടുവിലാകാം, ആമേൻ, ദുഷിക്കുന്നവരുടെ നടുവിലാകാം. പിന്നെ ആരെ ഡിപ്പെൻഡ് ചെയ്യരുത്? ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളോട് പറയാം, ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യരുത്. എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോവുക. ശുശ്രൂഷ ദൈവം തന്നതാണ്, അല്ലാണ്ട് നാട്ടുകാരും തന്നതല്ല. സ്തോത്രം. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് കൃപയുണ്ടോ? നിനക്ക് സ്പേസ് ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തോട് പറ്റി നിൽക്കുക, ദൈവവുമായി ചേർന്നിറങ്ങി നിൽക്കുക. ഈ രാവിലെ സമയം
അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കണ്ണടച്ചോ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു ഈ പ്രഭാതത്തിൽ. കർത്താവേ, ഈ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ, ശത്രുക്കളാൽ ദുഷ്ടതകളാതെ മറയ്ക്കണമേ, കൃപയിൽ പരിപാലിക്കണമേ. അവർക്ക് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ, അവർക്ക് കൊടുത്തിരിക്കുന്ന അമേൻ കൃപ, അത് അധികം ജ്വലിപ്പിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, മാത്രമല്ല അനേകയിടങ്ങളിൽ ദൈവത്തിൻ്റെ സൗരഭ്യമായി നിൽപ്പാൻ ദൈവരെ സഹായിക്കണം. ഞാനിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ സൗഖ്യമാക്കുന്ന കരം അവിടെ വീട്ടിനകത്തേക്ക് വ്യാപരിച്ച് ഇറങ്ങട്ടെ. ആ കിടക്കി കയറി ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. മനുഷ്യനെ സാധ്യം, ദൈവത്തിന് സാധ്യം. അവിടുത്തെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരേ, യോസേഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആമേൻ. ഒരു നല്ലൊരു മനുഷ്യൻ അല്ലേ. ഇടയ്ക്കിടയ്ക്ക് വായിക്കണം കേട്ടോ. ഉൽപ്പത്തി പുസ്തകം, യോസേഫിന്റെ ചരിത്രം വായിക്കണം. എപ്പോഴൊക്കെ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ അപ്പോഴൊക്കെ യോസേഫിന്റെ ചരിത്രം ഒരു 2-3 അധ്യായം വായിക്കും. ഒരു 33 അധ്യായം മുതൽ വായിച്ചു. ഒരുപാട് ആശ്വാസം, ഒരുപാട് ബലം അതിലൂടെ ലഭിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട്